നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. യമദേവൻ എന്ന് പറയുമ്പോൾ കാലനെ കാത്തിരുന്ന ഒരു മനുഷ്യൻ്റെ കഥ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഓരോ നാളും പോത്തിൻ്റെ പുറത്ത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് കിരീടം വച്ച് ആളെ പിടിക്കാനിറങ്ങുന്ന കാലൻ എന്നാവും തന്നെ തേടി വരിക എന്നതായിരുന്നു ആ മനുഷ്യൻ്റെ ചിന്ത. കാലൻ വന്നെത്തുന്നതിന് മുമ്പ് പരമാവധി ജീവിതം അടിച്ചു പൊളിക്കണമെന്ന് അയാൾ നിശ്ചയിച്ച് ജീവിതം സ്വയം നശിപ്പിച്ചു. ദിവസവും ഇയാളുടെ മുന്നിൽ കൂടി പോത്തിൻ്റെ പുറത്ത് കയറുമായി കാലം പോയിട്ടും ഇയാളെ തിരിഞ്ഞു നോക്കിയതേയില്ല. സമയമായില്ല എന്ന് മാത്രം പറഞ്ഞ് ചിരിക്കും കാലൻ. ജീവിതത്തിൽ എല്ലാം നശിപ്പിച്ച് ഒന്നുമല്ലാതായപ്പോഴും കാലം പറഞ്ഞു, സമയമായിട്ടില്ല. പൂജ്യത്തിൽ നിന്നും ജീവിതം വെട്ടിപ്പിടിച്ച് സമ്പന്നതയിലേക്ക് വളർന്നവനായിരുന്നു 2 നാൾ മുമ്പ് 56-ാം വയസ്സിൽ വിട പറഞ്ഞ നമ്മുടെ സലീം കുമാർ. തൻ്റെ മുൻഗാമികളും സഹപ്രവർത്തകരുമായിരുന്ന എത്രയോ പേർ ജീവിതം മദ്യത്തിൽ ഹോമിച്ച് അകാലത്തിൽ വിട പറഞ്ഞത് ബുദ്ധിമാനായ സലീമിനറിയാം. അവസാനമായി യാത്ര പറയുന്ന സലീമിൻ്റെ ഭാര്യ സുനിതയുടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ചുംബനം കണ്ടപ്പോൾ അവസാനമായിട്ട് യാത്ര പറയുകയാണ്. അവർ എന്താ പറയുക, പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലീമിന് ചുംബനം നൽകുന്നത് കണ്ടപ്പോൾ, എന്താ സലീമെ നീയൊക്കെ കുടുംബത്തെ പറ്റി ചിന്തിക്കാത്തത് എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത്. അവർ അയാൾക്കൊരു ഉമ്മം കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ആ മുഖത്ത് എൻ്റെ ചുണ്ടിൽ നിന്ന് വല്ല വേർപ്പോ കണ്ണീരോ വീണോ എന്ന് സംശയിച്ചിട്ട് അത് തുടച്ച് ക്ലീനാക്കുന്ന കണ്ടപ്പോൾ, പുറകിൽ 2 ആൺകുട്ടികൾ ക്ഷമയോടെ നിൽക്കുന്ന കണ്ടപ്പോൾ, സലീംകുമാർ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു, ഭാര്യയോടും മക്കളോടും ഞാൻ മരിക്കുമ്പോൾ കരയരുത് എന്ന് പറഞ്ഞു. എങ്ങനെ കരയാതിരിക്കും സലീമേ? 56 വയസ്സല്ലേ നിങ്ങൾക്കായുള്ളൂ. എനിക്ക് വലിയ വിഷമം തോന്നി ആ വിഷ്വൽ കണ്ടപ്പോൾ. സലീംകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമലിൻ്റെ ഗ്രാമഫോണിൽ എൻ്റെ ഒന്നും മിണ്ടിയില്ല എന്ന പാട്ട് ടി വിയിൽ കാണുമ്പോൾ അതിലഭിനയിച്ച മുരളിച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഗീത സലാം, എരഞ്ഞോളി മൂസ എല്ലാവരും, ആ ഫ്രെയിമിലുള്ള എല്ലാവരും മരിച്ചു, ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് സലീം പറയുമായിരുന്നു. ആ വിഷ്വൽ കാണുമ്പോൾ എനിക്ക് പേടി തോന്നും. കാരണം 4 പേര് കൂടെ അഭിനയിച്ച 4 പേരും പോയി, 5-ാമനായി ഞാൻ അടുത്ത് ക്യൂവിൽ നിൽക്കുകയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുമെന്ന് സലീം തന്നെ പറയുമായിരുന്നു. അടുത്തത് ഞാനാണ്. ഈ തിരിച്ചറിവ് പോലും ഇല്ലാതെ സലീം ജീവിച്ചു എന്നുള്ളതാണ് കഷ്ടം. ഇൻസ്റ്റാൾമെൻറ്റ് പിരിവുകാരനായി ജീവിതം തുടങ്ങിയ ആളാണ് സലീം കുമാർ. അവിടുന്ന് കോടീശ്വരനിലേക്ക് വളരുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെയും നമ്മൾ ട്യൂൺ ചെയ്യണമായിരുന്നു എന്നാണ് സലീമിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ സലീം ട്യൂൺ ചെയ്തില്ല. ഇല്ലേ, അങ്ങനെ ട്യൂൺ ചെയ്തിരുന്നുവെങ്കിൽ അകാലത്തിൽ സലീമിന് പോകേണ്ടി വരില്ലായിരുന്നു. സലീമിൻ്റെ മുന്നിലൂടെ എത്രയോ പേർ ഇതുപോലെ അടിക്കത്തൊടിക്ക പോയി. പക്ഷേ എന്നിട്ടും സലീം പഠിച്ചില്ല. ഇനി എത്രയോ പേർ ക്യൂവിൽ നിൽക്കുകയാണ്, പഠിക്കാത്തവന്മാരായി. അടുത്തടുത്ത് സലീമിൻ്റെ പുറകെ വരാം, വാചകമൊക്കെ അടിക്കാൻ കൊള്ളാം, സലീമേ നീ പൊയ്ക്കോ, നിൻ്റെ പുറകെ ഞങ്ങളും വരുമെന്നൊക്കെ പറയാം. പക്ഷേ എനിക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നൊരു സമൂഹമുണ്ട്. ആ ചിന്ത വേണമായിരുന്നു. അതില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് ഈ സിനിമയിൽ. എന്തായാലും സലീം കുമാർ പോയി. ആ പച്ചയായ മനുഷ്യന്, നല്ല നട്ടലുറപ്പുള്ള മനുഷ്യന്, പറയുന്ന വാക്കിൽ സത്യസന്ധതയുള്ള മനുഷ്യന് നമുക്ക് ആദരാഞ്ജലികൾ നേരാം. നമസ്കാരം.
അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കാവടിയാട്ടത്തിൻ്റെ 1-ാം ഭാഗം പറഞ്ഞു നിർത്തിയത് കാവടിയാട്ടത്തിലെ നായികയായി അഭിനയിക്കാൻ ഒരു നടിയെ തേടി മദ്രാസിൽ പോവുകയും അവിടെ സിന്ധുജ എന്ന ഭാഗ്യരാജിൻ്റെ സുന്ദരകാന്ഡം എന്ന് പറഞ്ഞ സിനിമയിലെ നായികയെ ഫിക്സ് ചെയ്തത്, ലാബിൽ പൈസ അടച്ച് ഫിലിമിന് വേണ്ടി പൈസ അടച്ചതും ക്യാമറ ഫിക്സ് ചെയ്തതും എല്ലാം ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ചന്ദ്രപ്പനങ്ങോട് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയതുവരെയാണ് നമ്മളന്ന് പറഞ്ഞത്. മദ്രാസിൽ നായികയെ അടക്കം ബുക്ക് ചെയ്യാൻ പോയി ചന്ദ്രപ്പനങ്ങോട് എല്ലാം ഭംഗിയായി ചെയ്ത് തീർത്ത് തിരുവനന്തപുരത്തെത്തി. പോയ കാര്യങ്ങളെപ്പറ്റി വിശദമായി പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാപ്പച്ചൻ മാനേജരായിരിക്കുന്ന വിജയ മൂവീസിൻ്റെ ഓഫീസിലെ കുളിമുറിയിൽ കുളിക്കാൻ കയറിയതുവരെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കാവടിയാട്ടത്തിനെ പറ്റി 1-ാം എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്. വിഷണ്ണനായി സംവിധായകൻ അനിയനും വിജയ മൂവീസ് മാനേജർ പാപ്പച്ചനും എൻ്റെ മുന്നിലിരിക്കുകയാണ്. പനങ്ങോടനെ മാറ്റി ഗിരീഷ് വൈക്കത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആക്കിയാലേ ജയറാം അഭിനയിക്കുമെന്ന് പറഞ്ഞ് അനിയനൊരു വിഷവവൃത്തത്തിലായത് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമായി ഒരു പടം ചെയ്യാനുള്ള അവസരം വന്നിട്ട് അത് ചെയ്യണമെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനെ മാറ്റി ജയറാമിൻ്റെ എർത്തിനെ വയ്ക്കണം, അല്ലെങ്കിൽ ജയറാമിനെ മാറ്റി ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തന്നെ മാറിപ്പോകാം. എന്ത് നടപടിയെടുത്താലും അതിൽ നഷ്ടം വരാൻ പോകുന്നത് അനിയന് മാത്രമാണ്. ജയറാമിന് പകരം മുകേഷിനെയോ ജഗദീഷിനെയോ വച്ചാലും സിനിമ നടക്കും. പക്ഷേ അവരുടെ ഡേറ്റുകൾ മറ്റാർക്കെങ്കിലും ആണെങ്കിലോ, അതുകൊണ്ട് ചോദിക്കാനും പറ്റില്ല. പടമോ ഈ കഥയോ ഉപേക്ഷിക്കാൻ അനിയന് വൈമനസ്യമുണ്ട്. ഇതൊന്നും അറിയാതെ സിയോൺ പാപ്പച്ചൻ എന്ന നിർമ്മാതാവ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഓഫീസിൽ ഇരിപ്പുണ്ട്. ചന്ദ്രപ്പനങ്ങോടാണെങ്കിൽ ബാത്റൂമിനകത്ത് തകർത്ത് കുളിക്കുകയാണ്. മദ്രാസിൽ കിടന്ന് ആ ചൂടൊക്കെ കൊണ്ട് വന്നുകൊണ്ടായിരിക്കും ഒരുപാട് വെള്ളം ഒഴിച്ച് കുളിക്കുന്നതിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാം. എൻ്റെ അവസ്ഥ, നമ്മുടെ സിനിമയുടെ അവസ്ഥ എനിക്ക് ചേട്ടനോട് പറയാൻ ആവില്ല ദിനേശ്. അത് ചിലപ്പോൾ വേറെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം. ഞാനീ ദൗത്യം ദിനേശിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതും അതിൻ്റെ മറുപടി പോലും അറിയാൻ നിൽക്കാതെ അനിയൻ എണീറ്റ് ശരവേഗത്തിൽ പടികളിറങ്ങി താഴേക്ക് പോയി. ഞാൻ ഈ ദൗത്യം ദിനേശിനെ ഏൽപ്പിക്കുന്നു. ഇനി ദിനേശ് ചെയ്യണം. കാരണം ഞാനിത് ചന്ദ്രണ്ണനോട് സംസാരിച്ചാൽ ഒന്നുകിൽ ഞാൻ ഈ പടം കളയണം എൻ്റെ ചേട്ടന് വേണ്ടി, അല്ല സിനിമ സ്വീകരിക്കുകയാണെങ്കിൽ ചേട്ടനെ ഉപേക്ഷിക്കണം. എന്ത് ചെയ്താലും എനിക്കാണ് നഷ്ടം. എനിക്ക് പറ്റില്ല പറയാൻ. ദിനേശിനെ ഞാൻ ഏൽപ്പിക്കുന്നുണ്ട്. പുള്ളി പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് പോയി. ഞാൻ അനിയൻ ഈ പടപടോടാ ഇറങ്ങിപ്പോകുന്നുണ്ടായിരിക്കാം ചന്ദ്രപ്പനങ്ങോട് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്, കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്നത് ഞാൻ അറിഞ്ഞില്ല. അനിയൻ കേട്ടു എന്നെനിക്ക് തോന്നുന്നു വാതിൽ തുറക്കേണമെന്ന്. അതുകൊണ്ടാണ് അനിയൻ പടപടാ ഇറങ്ങി ഓടിക്കളഞ്ഞത്, താഴോട്ട് പടി കേട്ട് ഇറങ്ങിപ്പോക്കളഞ്ഞത്. തണുത്ത വെള്ളത്തിൽ കുളിച്ച് ആശ്വാസവുമായി പനങ്ങോട് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. അദ്ദേഹം ചുറ്റിനും പരതിയിട്ട് നമ്മുടെ യുവ സംവിധായകൻ എവിടെ എന്നായി പനങ്ങോടൻ. അദ്ദേഹത്തിന് അനിയനാണ്. ചുറ്റും നോക്കി, സംവിധായകനെ കാണാനില്ല. നമ്മുടെ യുവ സംവിധായകൻ എവിടെ എന്ന് ചോദിച്ചു. തഞ്ചത്തിൽ പെരുമാറാൻ നന്നായി അറിയാവുന്ന പാപ്പച്ചൻ ചായ കുടിക്കണോ ചന്ദ്രേട്ട എന്നായി. ചന്ദ്രണ്ണ എന്നാണ് വിളിക്കുന്നത്. ചന്ദ്രണ്ണൻ ചായ കുടിക്കണോ? ചായ മാത്രം പോരാ പാപ്പച്ച, നല്ല വിശപ്പുണ്ട്, നമുക്ക് പോയി കഴിക്കാം എന്നായി പനങ്ങോടൻ. ഞാനെന്തായാലും മെൻ്റലി പ്രിപ്പയർഡായി എന്ന് പറയാം. ചന്ദ്രേട്ടാ, നിങ്ങൾ ചെന്നൈക്ക് പോയ ശേഷം ഇവിടെ വിചിത്രമായ ചില സംഭവങ്ങൾ നടന്നു. അതെല്ലാം നിങ്ങളോട് അനിയനാണ് പറയേണ്ടത്. പക്ഷെ അതിനുള്ള മനക്കെട്ടി അനിയനില്ല. അതുകൊണ്ടാണ് ചേട്ടൻ കുളിച്ചിറങ്ങിയപ്പോൾ അനിയൻ പൊക്കളഞ്ഞത്. എന്തു പറ്റി? സിഎം പാപ്പച്ചൻ കാല് മാറിയോ? നിർമ്മാതാവ് കാല് മാറിയോ എന്നാണ് ചോദിക്കണേ. പാപ്പച്ചൻ കാല് മാറിയൊന്നുമില്ല. ജയറാം നല്ല ഒരു പണി പണിഞ്ഞു അനിയന്. അയാൾ മാറിയോ? അയാളും മാറിയില്ല. പിന്നെ ഒരു ചെറിയ ഒരു ചേഞ്ച് പറഞ്ഞ അയാൾ.
നായകനല്ലേ, അയാൾ പറയുന്ന ചെറിയ ചേഞ്ചാണെങ്കിൽ അത് ചെയ്ത് പടം ചെയ്യാൻ നോക്കണം. അല്ലേ പാപ്പച്ച? എന്നായി പറഞ്ഞോട് അങ്ങനെ ഒരു നായകൻ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് പറഞ്ഞാൽ ആ ചേഞ്ച് ഉൾക്കൊണ്ടുകൊണ്ട് പടം ചെയ്യാൻ നമ്മൾ നോക്കണം. അല്ലേ പാപ്പച്ച? പാപ്പച്ചൻ ചിരിച്ചെന്ന് വരുത്തി. പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. അല്ല പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നായി അദ്ദേഹം. ചന്ദ്രൻ ചേട്ടനെ ഈ പടത്തിൽ നിന്ന് മാറ്റണം. ഏത് ചന്ദ്രനെ? ചന്ദ്രൻ പറഞ്ഞോടെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിനെ മാറ്റണം. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പനയങ്കോടെ എന്നെ തുറച്ചു നോക്കി, ഇവ എന്ത് വിവരക്കേടാ പറയണത്. പകരം നിങ്ങളുടെ ശിഷ്യൻ ഗിരീഷ് വൈക്കത്തിനെ വയ്ക്കണം, എന്നാലേ ജയറാം സഹകരിക്കൂ. എന്നിട്ട് എന്ന് പോലും പാവം ചന്ദ്രൻ പനയങ്കോട് എന്നോട് ചോദിച്ചില്ല. നിങ്ങളെ മാറ്റി നിങ്ങളുടെ ശിഷ്യൻ ഗിരീഷ് വൈക്കത്തിനെ വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചിരി ചിരിച്ചു, ഒരു പുഞ്ചിരി. ആ പുഞ്ചിരി ചുണ്ടിൽ വരുത്തിക്കൊണ്ട് ഒന്നും പറയാതെ, അതെങ്ങനെ സംഭവിച്ചെന്നോ ഒന്നും ചോദിക്കാതെ നിലത്തിരുന്ന ബാഗിനെ തൂക്കിയെടുത്തു. ഒന്നും പറയാൻ നിൽക്കാതെ, എൻ്റെയോ പാപ്പച്ചൻ്റെയോ മുഖത്ത് പോലും നോക്കാതെ ചന്ദ്രൻ പനങ്ങോട് പടികളിറങ്ങി താഴേക്ക് പോയി. ആ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ ചിരി എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വേദനിച്ചു. അന്ന് ഞാനൊരു ശബ്ദം എടുത്തു, എന്നെങ്കിലും ഞാനൊരു സിനിമ ചെയ്യുമെങ്കിൽ ആ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചന്ദ്രൻ പനങ്ങോടായിരിക്കും എന്ന് ഞാൻ അന്ന് ശപഥം പോലെ തീരുമാനിച്ചു. ഞാൻ സിനിമ എടുത്തപ്പോൾ ചന്ദ്രൻ പനങ്ങോടിനെ തന്നെ വെച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് കാണിച്ച സ്നേഹം അദ്ദേഹം എന്നോട് തിരിച്ച് കാണിച്ചില്ല. എൻ്റെ പടത്തിൻ്റെ സെറ്റിൽ പരമാവധി ആ സിനിമയെ ചളകൊളവാക്കാൻ നോക്കി. അത് വേറൊരു കഥ, അത് പിന്നെ പറയാം. ആ പുഞ്ചിരി, ചന്ദ്രൻ പനങ്ങോടിൻ്റെ ഹൃദയം നൊന്തുള്ള പുഞ്ചിരി എൻ്റെ മനസ്സിനെ നന്നായി നോവിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാനാകാതെ ഞാനും പാപ്പച്ചനും അലക്ഷ്യമായി ദൂരേക്ക് നോക്കിയിരുന്നു കുറേ നേരം. അപ്പോൾ കാണാം, ആകാംക്ഷയോടെ അനിയൻ കയറി വരുന്നു. ഞാൻ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് അനിയൻ്റെ നെഞ്ചിലെ ഭാരം അലിഞ്ഞലിഞ്ഞു പോയി എന്നാണ്. ദിനേശിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ ഓഫീസ് എടുത്ത് ചന്ദ്രൻ എന്നെ മറിച്ചേനെ എന്നൊക്കെ അനിയൻ ന്യായീകരിച്ചു. ഗിരീഷ് വൈക്കം വരുന്നു, ലിസ്റ്റുകൾ കൈമാറുന്നു. വീണ്ടും കാവടിയാട്ടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള തിരക്കിലേക്ക് പോയി. ഇതിനിടയിൽ അനിയൻ കാവടിയാട്ടത്തിൻ്റെ തിരക്കഥ പൂജിക്കാനായിട്ട് മൂകാംബിയിലേക്ക് പോയി ട്രെയിനിൽ. ഈ യാത്ര അനിയൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. മൂകാംബിക യാത്രയ്ക്കായി ട്രെയിനിൽ കയറിയ അനിയൻ്റെ എതിർവശത്ത് ഒരു പെൺകുട്ടിയാണ് സഹയാത്രിക. എതിർവശത്തൊരു പെൺകുട്ടിയാണ് വന്നിരുന്നത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പഠിക്കുന്ന പിണറായിക്കാരിയാണ്. കോളേജിൽ ഞാൻ സ്ഥിരം വരുന്ന കാര്യവും കാരക്കാമണ്ഡപം വിജയകുമാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ പരിചയക്കാരനാണെന്നും ഒക്കെ യാത്രക്കിടയിൽ അനിയൻ സംസാരിച്ചിരിക്കാം. തിരക്കഥ പൂജ കഴിഞ്ഞ് അനിയൻ തലസ്ഥാനത്ത് എത്തുമ്പോഴേക്കും അനിയനും ആ പെൺകുട്ടിയും പിരിയാൻ പറ്റാത്ത പ്രണയത്തിലായി മാറി. ഒരു റൊമാൻറ്റിക് മനസ്സുള്ള ആളായി ഒരിക്കലും ഞാൻ അനിയനെ അതുവരെ സങ്കല്പിച്ചിരുന്നേയില്ല. അനിയൻ ഒരു റഫാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. റൊമാൻറ്റിക്കായ ഒരു മനസ്സുണ്ടെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഇരുവരും വീട്ടുകാർ ഉറപ്പിച്ച് വിവാഹിതരായി. ഒരു മോനും ഒരു മോളുമായി. അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ സർക്കാർ ആയുർവേദ കോളേജിലെ ഡോക്ടറായി മാറി. കുട്ടികൾ രണ്ടും ഉയർന്ന എന്തൊക്കെയോ പഠിച്ച് ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്യുന്നു. തലസ്ഥാനത്തെത്തിയ അനിയനിൽ നിന്നും
ഈ മൂകാംബിയിലെ പൂജ കഴിഞ്ഞ് വന്നില്ലേ, അപ്പോൾ തലസ്ഥാനത്തെത്തിയ അനിയനിൽ നിന്നും ഒരു നല്ല സന്തോഷ വർത്തമാനം പുറത്തു വന്നു. കാവടിയാട്ടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപം താമസിക്കുന്ന മോഹൻ രാജ് വരും. ഈ ചിത്രത്തിൻ്റെ PR ആയിട്ട് വാഴൂർ ജോസിനെയും നിശ്ചയിച്ചു. ആരോ വേണ്ടപ്പെട്ട ഇരുവരുടെയും സുഹൃത്ത് പറഞ്ഞ് ഞാൻ ഇക്കാര്യം അറിഞ്ഞു. ദിനേശ് അറിഞ്ഞില്ലേ? ഇല്ല. ദിനേശിനെ അസോസിയേറ്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം തിരുവല്ലത്തുള്ള മോഹൻരാജാണ്, അമ്പിളിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന മോഹൻരാജ്. ആണോ? അതെ. പിന്നെ PR ഒന്നും മാറ്റി കേട്ടോ, അത് വാഴു ജോസാണ്. ആര് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഒന്നും പ്രതികരിച്ചില്ല, ചിരിച്ചതേ ഉള്ളൂ. പടം ഭംഗിയായി തുടങ്ങട്ടെ എന്ന് ഞാൻ ഉറപ്പിച്ചു മനസ്സിൽ. കാരണം ഞാൻ ഏർപ്പാടാക്കി കൊടുത്ത സിനിമയില്ല, അതിനെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാൻ മുൻകൈ എടുത്തുണ്ടാക്കിയ പ്രോജക്റ്റാണ്. സുകുമാരൻ സാർ എനിക്ക് വച്ച് നീട്ടിയ പ്രോജക്റ്റല്ലേ, ഭംഗിയായി നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനതിൽ നിന്ന് പിന്മാറി. തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുണ്ടായിരുന്ന തരങ്ങിണിയിലായിരുന്നു പാട്ട് റെക്കോർഡിങ്. പാട്ടുകളുടെ കമ്പോസിങ് ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പൂജ റെക്കോർഡിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തു. അനിയൻ്റെയും എൻ്റെയും ഹരികുമാർ സാറിൻ്റെയും കോമൺ സുഹൃത്തായ ഒരാളുണ്ട്, ഗോപികൃഷ്ണൻ. നടനാവാനായിട്ടാണ് ഇറങ്ങിത്തിരിച്ചത് ഗോപികൃഷ്ണൻ. ജാലകമടക്കം ഹരികുമാർ സാറിൻ്റെ ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. ഹൈറ്റ് കുറഞ്ഞ നല്ല ഐശ്വര്യമുള്ള മുഖമുള്ള ഗോപികൃഷ്ണൻ തിരുവനന്തപുരത്ത് പ്രശസ്ത വക്കീലായ ചെറുന്നൂർ വാസുദേവൻ നായർ എന്ന ലീഡിംഗ് വക്കീലിൻ്റെ മകനാണ് ഗോപികൃഷ്ണൻ. പക്ഷേ എപ്പോഴോ അയാൾക്ക് സിനിമ കയറി അങ്ങ് പിടിച്ചു. അവസ്ഥയിൽ പൊക്കക്കുറവുകൊണ്ടാണോ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്താ പാതി വഴിയിൽ വെച്ച് അഭിനയം നിർത്തി. അത് മതിയാക്കിയിട്ട് ഗോപികൃഷ്ണൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി മാറി. ഹരികുമാറിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർമ്മാതാവായി. അരമന വീടും 500 ഏക്കറൊക്കെ അദ്ദേഹമാണ് നിർമ്മിച്ചത്. അത് പിന്നെ വിനു കുര്യത്തുമായിട്ട് ചേർന്ന്, ബാലു കുര്യത്തിൻ്റെ അനിയൻ വിനു കുര്യത്തുമായി ചേർന്ന് അദ്ദേഹം ഒരു വിതരണ കമ്പനി തുടങ്ങി. അവരുടെ ആദ്യത്തെ ചിത്രമായിരുന്നു അരമന വീടും 500 ഏക്കർ. നന്നായിട്ട് ഓടിപ്പടം. പിന്നീട് എടുത്ത ഏതൊക്കെയോ സിനിമകൾ പൊളിഞ്ഞ് വലിയ കടക്കാരനായി മാറി ഗോപികൃഷ്ണൻ. ഒരു നാൾ അറിയുന്നത് ആരോടും പറയാതെ ഭാര്യയെയും 2 പെൺമക്കളെയും കൊണ്ട് ഗോപികൃഷ്ണൻ പൂനെക്ക് പോയി. അവിടെ ഗോപികൃഷ്ണൻ്റെ സഹോദരി അവിടെയാണ് താമസിക്കുന്നത്. അവരുടെ ഭർത്താവ് വലിയ ബിസിനസ്സുകാരനാണ് പൂനെയിൽ. കർച്ച് എന്ന് പറഞ്ഞു ഒരു പേനയുണ്ടായിരുന്നു ആ കാലത്ത്, ഒരു പേന കമ്പനി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരോടൊപ്പം അങ്ങ് കൂടി. ഈ കർച്ച് പേന എന്ന് പറഞ്ഞാൽ ബഹുരസമാണ്. നമ്മൾ ഈ ക്യാപ്പ് തുറന്നാൽ നമ്മുടെ പേനടിച്ചാൽ വേണമെങ്കിൽ സീലടിക്കാം. അങ്ങനെ സീലൊക്കെ അടിക്കാവുന്ന പേനയാണ് അവരുണ്ടാക്കിയിരുന്നത്. കുറേ കാലം കഴിഞ്ഞ്, കുറേ നാൾ കഴിഞ്ഞ് ഒരു വാർത്ത അറിഞ്ഞു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഗോപികൃഷ്ണൻ അകാലത്തിൽ മരിച്ചു. പൂനെ തന്നെ, അവിടെ തന്നെ അടക്കി. കുട്ടികളുടെയും ഭാര്യയുടെയും കാര്യമൊന്നും പിന്നീട് ഞാൻ അറിഞ്ഞതേയില്ല. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഗോപികൃഷ്ണൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു ബന്ധവുമില്ല അവരുമായിട്ട്. ഗോപികൃഷ്ണൻ്റെ അനുജന്, ഫോറസ്റ്റ് ജോലിയുള്ള അനുജന് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ബന്ധമൊന്നും തുടരാൻ പോയില്ല. അവരും എന്നെ തിരിച്ച് വിളിക്കാനൊന്നും വന്നില്ല. അപ്പോൾ പിന്നെ അവിടെ അതങ്ങ് ലയിച്ച് പോയി. ഈ പറഞ്ഞ ഗോപികൃഷ്ണൻ എന്നെ കാണാനായിട്ട് വീട്ടിൽ വന്നു. ദിനേശേ, കാവടിയാട്ടവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളൊക്കെ ദിനേശ് മറക്കണം. റെക്കോർഡിങ്ങിന് ദിനേശ് തരങ്ങിണിയിൽ വരണം. തരങ്ങിണിയിൽ ദിനേശിനെ കണ്ടില്ലെങ്കിൽ പല കഥകൾ വ്യാഖ്യാനിക്കപ്പെടാം. അത് ചിലപ്പോൾ കാവടിയാട്ടത്തിനെ ബാധിക്കാം. അനിയനോട് ദിനേശ് അങ്ങ് ക്ഷമിക്കും. ദിനേശ് മനസ്സിലായോ? അതായത് സിനിമ പിടിച്ചു കൊടുത്ത, ഞാൻ ചോദിക്കാതെ എന്നെ അസോസിയേറ്റും എന്നെ PR ആക്കിയ, എന്നോട് പറയാതെ എന്നെ ഒഴിവാക്കിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രമനങ്ങോടിനെ ഒഴിവാക്കിയ കഥ പറയാൻ ഏൽപ്പിച്ച
എന്നെ പുല്ലുപോലെ അതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ രണ്ടുപേരെ വച്ചിട്ട് ക്ഷമിക്കാനാണ് ഗോപികൃഷ്ണൻ പറയുന്നത്. ഞാൻ അധികം ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല, എല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ. ഞാൻ കാരണം ഈ സിനിമ മുടങ്ങരുത്, അതെനിക്ക് വാശിയുണ്ടായിരുന്നു. ഞാൻ പൂജയ്ക്ക് തരങ്ങണി സ്റ്റുഡിയോയിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോഴുള്ള രസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് പോലും അനിയൻ നോക്കുന്നില്ല. നോക്കിയാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, മുട്ടം തെറി വിളിക്കുമെന്നോ വല്ലതും വിചാരിച്ചായിരിക്കാം. അനിയൻ എന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു പരിചയഭാവം പോലും കാണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ സഭ നോക്കാതെ, അവിടെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ മുഖമൊന്നും നോക്കാതെ, ONV കുറുപ്പ് സാറടക്കം മോഹൻ സിത്താരടക്കം എല്ലാവരും ഇരിക്കുകയാണല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാലോ എന്ന് അദ്ദേഹം റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു കാണും. പൂജാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ ഞാൻ മടങ്ങി. അവിടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുന്നതിൽ എന്നെ ഫോട്ടോയിലൊക്കെ പിടിച്ച് നിർത്താനുള്ള ശ്രമമൊക്കെ നടത്തി. അതിന് ഞാൻ ഇല്ല, ഞാൻ ഇതിൽ നിന്നെല്ലാം തീർന്നില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി തിരിച്ചു പോകും. എവിടെയോ എന്തോ സംഭവിച്ചുവെന്ന് പാദമുദ്ര സുകുമാരൻ സാറിനും മനസ്സിലായി, സിയോൺ പാപ്പച്ചനും മനസ്സിലായി. അവിടെ എന്തോ മുറിവുറുപ്പുകളൊക്കെ നടന്നിരിക്കാം. ഞാൻ ഈ സമയം വരെ, നമ്മളിത് ചിത്രീകരിക്കുന്ന സമയം വരെ അനിയനോട് അന്ന് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് പരിചയമില്ലാത്ത മോഹൻരാജിനെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറാക്കി, എന്തുകൊണ്ട് PRIയിൽ നിന്ന് എന്നെ മാറ്റി വാഴു ജോസിനെ വെച്ച് ഞാൻ ഈ നേരം വരെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ സിയോൺ പാപ്പച്ചനെ കാണാൻ എൻ്റെ കാറിൽ അനിയനുമായിട്ട് പോയപ്പോൾ പോലും ഞങ്ങൾ വേറെ ഒരുപാട് വിഷയങ്ങളാണ് സംസാരിച്ചത്. ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല ഈ സമയം വരെ. വീണ്ടും ഗോപികൃഷ്ണൻ എന്നെ കാണാൻ വന്ന് വീട്ടിൽ, ദിനേശേ, ആ പടത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്, പ്രശ്നങ്ങൾ പലതും തലപൊക്കുകയാണ് അവിടെ, ചന്ദ്രൻ പനങ്ങോടിനെ മാറ്റിയതടക്കം ചർച്ചയാകുന്നു. സ്വന്തം ജ്യേഷ്ഠനെ ഒന്നും പറയാതെ മാറ്റിയ അനിയൻ നിർമ്മാതാവിനെ പിടിച്ചുകൊടുത്ത നിങ്ങളെയും മാറ്റിയതോടെ സംശയ നിഴലിലാണ്. അസോസിയേറ്റ് ഡയറക്ടർ മോഹൻരാജ് ആയത് ദിനേശ് കാര്യമാക്കണ്ട, ഫസ്റ്റ് അസിസ്റ്റൻ്റ് നിങ്ങൾ. അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ ഗായകൻ ശംഭു ശ്രീകുമാറോ? അതൊന്നും ദിനേശ് അറിയണ്ട, നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പ്രതിഫലം തരും. അത് മോഹൻരാജിന് മുകളിലുള്ളതായാൽ പോലും തരും. അസോസിയേറ്റ് ഡയറക്ടറെക്കാളും മുകളിൽ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന തുക നിങ്ങൾക്ക് ശമ്പളമായി തരും. പിന്നെ വാഴു ജോസ് ഉണ്ടെങ്കിലും നിങ്ങളെയും ഉൾപ്പെടുത്തും PRI ആയിട്ട്. ഞാൻ പറഞ്ഞാൽ അത് വേണ്ട, ഞാനത് വിട്ടു. എന്തിനധികം പറയുന്നു, ഗോപികൃഷ്ണൻ്റെ സ്നേഹപൂർവമായ നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിൽ ഞാൻ ചെല്ലാം എന്നേറ്റു. എറണാകുളം പോളക്കുളം ടൂറിസ്റ്റ് ഹോമിലാണ് ഷൂട്ടിംഗ് ക്രൂ മൊത്തം താമസിക്കുന്നത്. ഞാനും എത്തി. അങ്ങനെ ആ സുദിനം എത്തി. ചിത്രീകരണം ആരംഭിക്കുന്ന ആദ്യ ദിവസം. അന്ന് ഇതിൽ സിദ്ദിഖും സുചിത്രയായിട്ടുള്ളൊരു പാട്ട് പറഞ്ഞല്ലോ, വള്ളംകളിയിലെ ശംഭുവിനെ സിദ്ദിഖ് ചീത്ത വിളിച്ച കഥ. അത് ചിത്രീകരിക്കാൻ പുന്നമട കായലിൻ്റെ, ആലപ്പുഴയിൽ പുന്നമട കായലിൽ പോയിട്ട് വള്ളവും 100ഓളം തൊഴിൽച്ചില്ലുകാരെയും മറ്റ് അറേഞ്ച്മെൻറ്റുകളും സുചിത്ര വള്ളംകളി കാണുന്ന കായലും കരയുമായിട്ടുള്ള ഒരു നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കാണലും എല്ലാത്തിനുമായി ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ കാറെടുത്ത് ആലപ്പുഴയ്ക്ക് പോയി. അവിടെ ഫാസിലിൻ്റെയും സിദ്ദിഖ് ലാലിൻ്റെയും തമിഴിൽ നിന്ന് ആലപ്പുഴ ഷൂട്ടിങ്ങിന് വരുന്ന രജനീകാന്തിൻ്റെ അടക്കം വിജയുടെ അടക്കം വലിയ വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന എക്സിക്യൂട്ടീവായ കബീർ എന്നെ കാത്തു നിൽക്കും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എല്ലാം റെഡിയാക്കി തരും. അങ്ങനെ കാവടിയാട്ടത്തിൻ്റെ പൂജയ്ക്ക് ഞാനില്ല. അതിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്, ഞാനില്ലാത്ത. ഞാൻ പറഞ്ഞതെല്ലാം, എന്നോട് പറഞ്ഞതെല്ലാം ഏർപ്പാടാക്കി മടങ്ങി തിരിച്ച് ഞാൻ കൊച്ചിയിൽ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ മണി 4:30. കാറിൽ നിന്ന് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴേ അനിയൻ അസോസിയേറ്റ് ഡയറക്ടർ മോഹൻരാജിൻ്റെ കയ്യിലിരുന്ന സ്ക്രിപ്റ്റ് പിടിച്ചു വാങ്ങി എനിക്ക് തന്നു. ഇങ്ങനെ ദിനേശ് വയ്ക്കും എനിക്ക് തന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാതിരിക്കാനാണ് ഈ പാഡ് ഞാൻ ദിനേശിന് തരുന്നത്. ഇനി ഈ പാഡ് ദിനേശ് വച്ചാൽ മതി. ഒരിക്കലും ഈ സെറ്റിൽ, കാവടിയാട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാനിത് വയ്ക്കില്ല.
എന്നേക്കാൾ എത്രയോ സീനിയറാണ് മോഹൻരാജ്. അയാളെ കയ്യിലിരിക്കട്ടെ. ഒന്നും പറയാതെ ആ ഫയൽ അനിയൻ തന്നെ കയ്യിൽ വെച്ചു, ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട്. അന്ന് നേരത്തെ ഷൂട്ടിംഗ് നിർത്തി. റൂമിൽ മടങ്ങിയെത്തുന്നതിനിടയിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആദ്യ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ അനിയനും മോഹൻരാജുമായി തെറ്റി, വലിയ സംസാരമായി. എനിക്ക് താഴെയുള്ള അനിയൻ്റെ കൂട്ടുകാരൻ ശംഭു ആ ലൊക്കേഷനിൽ നിശബ്ദനായി. അദ്ദേഹത്തെ അസോസിയേറ്റ് ഡയറക്ടറാക്കാത്തതിൻ്റെ പ്രതിഷേധമാണ്. പാവം മനുഷ്യനാണ്. പിന്നെയുള്ളത് ഒരു നവാഗതനാണ് ശങ്കരൻ പോറ്റി. ശങ്കരൻ പോറ്റി ഒരു ഒന്നൊന്നര പോറ്റിയാണ്. നമ്മൾ ഈ ജയറാമിനെയൊക്കെ പറയും പോലെ ഒരു ഒന്നൊന്നര പോറ്റിയാണ്. നല്ല സുമുഖനും വശീകരിക്കുന്ന ചിരിയും ഒക്കെയുള്ള ചെറുപ്പക്കാരനാണ് ശങ്കരൻ പോറ്റി. ആരുടെ കെയർ ഓഫിലാണ് ഈ സിനിമയിൽ ആദ്യമായി ഇടം നേടിയത് എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ട് പോയല്ലോ, ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വിട്ടല്ലോ, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് അടുത്തു എല്ലാവരുമായിട്ട് ശങ്കരൻ പോറ്റി. ഈ സിനിമാക്കാരാകുമ്പോൾ നെറ്റിയിൽ സദാ മൂകാംബിയിലെ ചുവന്ന കുറി ഇടുന്നവരാണ്. ഒരു ചുവന്ന കുറി എപ്പോഴും ഇട്ടേക്കും. അതാണ് സിനിമാക്കാരുടെ ഒരു ബ്രാൻഡ്. വ്യഭിചരിക്കാൻ പോകുമ്പോൾ പോലും കുറി ഇട്ടേ പോവും. അതാണ് സിനിമാക്കാർ. ഷൂട്ടിംഗ് സെറ്റിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഈ ചുവന്ന കുറി തൊട്ടിട്ടുണ്ട്. എന്നാൽ ശങ്കരൻ പോറ്റിയുടെ ചുവന്ന കുറി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതിൻ്റെ രഹസ്യം ശങ്കരൻ പോറ്റിയുടെ അനിയൻ തന്നെ തിരക്കി. ആളെ പറ്റിക്കുന്ന നിറഞ്ഞ ചിരിയോടെ ആ രഹസ്യം അനിയന് ശങ്കരൻ പോറ്റി പറഞ്ഞു കൊടുത്തു. ഈ പല കളറിലുള്ള റൂൾ പെൻസിൽ കിട്ടുമല്ലോ, നമ്മൾ തിരുവനന്തപുരത്ത് റൂളി പെൻസിൽ എന്ന് പറയും. അതിലെ ചുവന്ന പെൻസിൽ വാങ്ങിയിട്ട് അകത്തിരിക്കുന്ന ചോക്ക് പൊടിച്ചെടുത്ത് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്താൽ അകത്തുനിന്ന് ആ ചുവന്ന ഇത് കിട്ടുമല്ലോ, അത് പൊടിച്ച് വെള്ളത്തിൽ കുഴച്ചാണ് ശങ്കരൻ പോറ്റി മൂകാംബിയെ കുറിയിടുന്നത്. വൈകുന്നത് വരെ മായാതെ അങ്ങനെ ഇട്ടാൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമെന്നാണ് ശങ്കരൻ പോറ്റി പറയുന്നത്. പോറ്റി നമുക്കൊന്നും പറയാൻ ഒക്കില്ല. എന്ത് നമ്മൾ വഴക്ക് പറഞ്ഞാലും എത്ര കളിയാക്കിയാലും പോറ്റി നിറഞ്ഞ ചിരിയോടെ കേട്ടോണ്ടിരിക്കുക, അല്ല മറുപടി പറയുകയില്ല. പാവം പോറ്റി കാവടിയാട്ടം കഴിഞ്ഞ് ആരുടെയൊക്കെ പിന്നെയും വർക്ക് ചെയ്തു. ഏതൊക്കെയോ തരികിട സെറ്റപ്പുകളിൽ ചെന്ന് കമ്പനി അടിച്ചു. അങ്ങനെ നല്ല മദ്യപാനിയായി 2-3 കൂതറ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു. ലീഡർ, ഫയർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സിനിമകൾ സംവിധാനം ചെയ്തു. ഒരു കൺട്രോളില്ലാത്ത മദ്യപാനിയായി മാറി. ഇതിനിടയിൽ ശങ്കരൻ പോറ്റിയുടെ സമുദായത്തിലെ ഇന്ദുലേഖയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഒരു മോളുമായി. ഇന്ദുലേഖ നിങ്ങൾക്ക് അറിയാമായിരിക്കും. TV രംഗത്തെ മഞ്ജു വാര്യർ എന്നൊക്കെ പറയും. നല്ല കുട്ടിയാണ്, നല്ല പെരുമാറ്റവും നല്ല എഡ്യൂക്കേറ്റഡായ നല്ല മിടുക്കിയായ കുട്ടിയാണ് ഇന്ദുലേഖ. അകാലത്തിൽ ഒരു നാൾ ശങ്കരൻ പോറ്റി മരിച്ചു. പാവം. മരിച്ചപ്പോൾ ഞാൻ ചെന്നിരുന്നു അവസാനമായി കാണാനൊക്കെ. എനിക്ക് ഇന്ദുലേഖയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ല. ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അന്ന് അനാഥയായി ഇന്ദുലേഖയും മോളും. എന്നിട്ട് പോലും തോൽക്കാൻ നിൽക്കാതെ പൊരുതി ജീവിത വിജയം നേടിയ പെൺകുട്ടിയാണ് ഇന്ദുലേഖ. മകളെ നന്നായി പഠിപ്പിക്കുന്നു, ജോലി ചെയ്യുന്നു. സീരിയലുകൾ തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ഉള്ള സീരിയലുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുന്നു. അതിന് നല്ല വരുമാനം വെച്ച് ഭംഗിയുള്ളൊരു വീട് തിരുവനന്തപുരത്ത്, ഞാൻ താമസിക്കുന്നതിന് അടുത്തല്ല, പേയാട്, സ്വന്തമായൊരു വീടൊക്കെ വെച്ച് സന്തോഷവതിയായി മോളോടൊപ്പം ജീവിക്കുന്നു. നേരത്തെ പാക്ക് ചെയ്ത് വന്നിട്ട് മോഹൻരാജുമായി റൂമിലിരുന്ന് ഞാൻ സംസാരിച്ചു. വളരെ ഇൻഡിഫറൻ്റായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ഭയങ്കര ധിക്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. KSRTCയുടെ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കൽ സെക്ഷനിൽ ജോലിയുണ്ട് എന്ന ചെറിയൊരു അഹന്ത കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അയാളേക്കാൾ സീനിയറാണ്. അനിയനേക്കാൾ സീനിയറാണ്. മിണ്ടാതെ ലൊക്കേഷനിൽ നിന്നാൽ ഭംഗിയായി ഞാൻ പടം തീർത്തു കൊടുക്കാമെന്ന് ദിനേശ് അയാളുടെ പറ. ഇതൊക്കെയാണ് പുള്ളിയുടെ സംസാരം. എൻ്റെ ചാടയൊന്നും കാണിക്കണ്ട. ഞാൻ അവനേക്കാൾ ഒരുപാട് സീനിയറുമാണ്. ഒരുപാട് അറിയപ്പെടുന്ന സംവിധായകരുടെ ഒപ്പം വർക്ക് ചെയ്തവനാണ് ഞാൻ. മിണ്ടാതെ ഒരക്ഷരം മിണ്ടാതെ സെറ്റിൽ നിന്നാൽ ഈ പടം ഞാൻ തീർത്തു കൊടുക്കാം. അത് അയാളുടെ പറ. അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചാൽ
അങ്ങനെ ശരിയാകൂ എന്നാണ് പുള്ളിയുടെ ഉത്തരം. അനിയനെ ഞാൻ പോയി റൂമിൽ കണ്ടു. മോഹൻരാജിൻ്റെ കയ്യിൽ നിന്നും സ്ക്രിപ്റ്റ് പാഡ് പിടിച്ചു വാങ്ങി തന്നിട്ട് ഞാനത് വാങ്ങാത്തതിൻ്റെ ചെറിയ ചുരുക്ക് അനിയൻ്റെ മുഖത്തുണ്ട്. എന്നോട് കാണിച്ച കുഴപ്പങ്ങളൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. പക്ഷേ ഞാൻ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു പാഡ് വാങ്ങി കൈ തന്നപ്പോൾ അത് വാങ്ങില്ല എന്ന് എല്ലാവരുടെയും മുമ്പ് വെച്ച് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്ക് അനിയൻ്റെ മുഖത്തുണ്ട്. അവന് എന്നെ അറിയില്ല. ആദ്യ ഷോട്ട് കഴിഞ്ഞപ്പോൾ ദിനേശ് സെറ്റിലുണ്ടായിരുന്നെങ്കിൽ അപ്പോഴവനെ ഞാൻ പാക്ക് ചെയ്തന്നെ. എന്നെ അവൻ സാറ് വിടുന്നു, വച്ചേക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അനിയും ഇത് അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത മുഖഭാവത്തോടൊരു വില്ലനെ പോലെയൊക്കെ സംസാരിക്കുന്നു. അതിനൊന്നിനും ഞാൻ മറുപടി പറയാതെ ഇറങ്ങി ശംഭു ശ്രീകുമാറിൻ്റെ മുറിയിൽ ചെന്നു. ശങ്കരൻ പോറ്റിയാണ് ശംഭുവിൻ്റെ കൂടെ പൊറുതി. ആകെ തകർന്ന് ദുഃഖിതനായിരിക്കുകയാണ് നമ്മുടെ ശംഭു. ഇത്രയും സീനിയറായ സുഹൃത്തായ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മറ്റൊരുത്തനെ വിളിച്ച് അസോസിയേറ്റാക്കി. ആരെ? മോഹൻരാജിനെ. പിന്നെ ജൂനിയറായ ദിനേശിനെ സീനിയറാക്കി. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ. അങ്ങനെ 3ാം സ്ഥാനത്ത് നിൽക്കേണ്ട ഒരുവനാണോ ഞാൻ എന്നാണ് ശംഭുവിൻ്റെ വിഷമം. ഇതാണ് ദുഃഖത്തിൻ്റെ കാര്യവും. പ്രതികരിക്കാനും വയ്യ. ഞാൻ പല ഒഴിവൊഴികളും പറഞ്ഞു. ഞാൻ ഈ പടം വിട്ടതാണ് ശംഭു. പിന്നെയും ഒരുപാട് ഫോഴ്സ് ചെലുത്തിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരുന്നു എൻ്റെ സ്ഥാനത്ത് വരേണ്ടത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ശംഭു അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. ഞാൻ വീണ്ടും അനിയൻ്റെ റൂമിലേക്ക് ചെന്നു. മോഹൻരാജ് തുടരട്ടെ, പ്രോംപ്റ്റ് ചെയ്യുന്നത് അയാൾ ചെയ്യട്ടെ. അനിയൻ ചേട്ടൻ ഷോട്ടുകൾ മാർക്ക് ചെയ്യാൻ എടുക്കുന്ന സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് ശംഭു പിടിക്കട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലും ഭംഗിയായിട്ട് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തീർക്കാം. എല്ലാം നോക്കി ആളിനാളായിട്ട് ഞാനുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാവില്ല എന്നായി അനിയൻ. ഞാൻ പറയുകയാണ്, പ്രോംപ്റ്റ് ചെയ്യുന്നതൊക്കെ അയാൾ ചേട്ടനേ മോഹൻരാജ്. ഡയറക്ടർ മാർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് ശംഭുവിൻ്റെ കൈ കൊടുക്കും. ഞാൻ ആളിനാളായിട്ട് നിന്നോളാം എന്നുകൊണ്ട് അത് ശരിയാകില്ല എന്നാണ് അനിയൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതേ ശരിയാകൂ. ശംഭുവിൻ്റെ റൂമിലെത്തി ഇക്കാര്യം ഞാൻ പറഞ്ഞു. ശംഭു, നാളെ മുതൽ പ്രോംപ്റ്റ് മാത്രം മോഹൻരാജ്, സംവിധായകൻ മാർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് നിൻ്റെ കയ്യിൽ തരും. അപ്പോൾ ദിനേശ് ജിയോ? ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ കാര്യമാക്കണ്ട, അറിയണ്ട, അതൊക്കെ അങ്ങ് നടക്കും. പാവം ശംഭുവിന് വലിയ സന്തോഷമായി. സ്വിച്ച് ഇട്ടതുപോലെ മുഖം നല്ല സന്തോഷത്തിലായി. ദിനേശ് ജി, നിങ്ങൾ വലിയ മനസ്സുള്ളവനാണ് കേട്ടോ, ശംഭു പറയുക. പിറ്റേന്ന് മുതൽ ശംഭു ശ്രീകുമാർ ചാർജായി സെറ്റിൽ. ഒരു സ്ക്രിപ്റ്റ് പാഡ് കൈ കിട്ടിയല്ലോ. എനിക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര സന്തോഷം. കാരണം സ്ക്രിപ്റ്റിൻ്റെ പാഡില്ല, നോട്ട് ബുക്കില്ല, ക്ലാബ് ബോർഡില്ല, ഒരു കുന്തവുമില്ല. ഞാൻ ഫുൾ ഫ്രീ. ഉച്ചയായപ്പോൾ പാവം ശംഭു ഇന്നലെ രാത്രി മുതൽ കണ്ട അവസ്ഥയിലേക്ക് മാറി. എപ്പോഴോ ഷോട്ട് മാർക്ക് ചെയ്യാൻ വാങ്ങിയ പാഡ് അനിയൻ സ്വന്തം കയ്യിൽ വെച്ചു, ശംഭുവിന് കൊടുത്തില്ല. ദുഃഖിതനായി വീണ്ടും ശംഭു ഇരിക്കുമ്പോൾ അതാ വരുന്നു തിരക്കഥാകൃത്ത് ബി ശ്രീരാജ്. അപ്പോൾ ബി ശ്രീരാജും ശംഭുവിനെ പോലെ തന്നെ വായ നിറച്ച് മുറുക്കാനിടും. അപ്പോൾ മുറുക്കാനൊക്കെ വായ നിറച്ചിട്ട് ശ്രീരാജ് വരുമ്പോൾ ഒറ്റയ്ക്ക് ദുഃഖിതനായിരിക്കുന്ന ശംഭുവിനെ കണ്ടു. വായ നിറച്ച് മുറുക്കാനിട്ട് ചവച്ചു വന്ന ശ്രീരാജ് ശംഭുവിനോട് കുശലം ചോദിച്ചു. ശംഭു, സുഖമാണോ എന്ന് ചോദിച്ചു. വർക്കൊക്കെ എങ്ങനെ നടക്കുന്നു? അനിയൻ ചാർജായോ എന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഒരു 10 ചോദ്യം ചോദിച്ചു. ക്ഷമകെട്ട ശംഭു ചാടി എണീറ്റ് വായ നിറയെയുള്ള വെറ്റില മുറക്ക് മുറ്റത്തേക്ക് ഒരൊറ്റ തുപ്പ് തുപ്പി. അത് തിരിച്ചു വന്നു. കാറ്റുണ്ടെന്ന് ശംഭു അറിഞ്ഞില്ല. അത് തിരിച്ചു വന്ന് ശംഭുവിൻ്റെ വെള്ള ഷർട്ടിനെ ചുവന്ന ഡിസൈനുള്ള ഷർട്ടാക്കി മാറ്റി. അതിൻ്റെ ദേഷ്യം കൂടെ വന്നപ്പോൾ അതുവരെ ബഹുമാനത്തോടെ ശ്രീരാജ് എന്നൊക്കെ വിളിച്ചിരുന്ന ശംഭു കോയ് എന്നാണ് വിളിച്ചത്. ശ്രീരാജിനെ കോയ്.
പാറിപ്പറന്ന് നടന്ന ഒരു പൈങ്കിളി തത്തയെ കൈയൊടിച്ച് കാലൊടിച്ച് ചിറകൊടിച്ച് ഒരു ഗ്രൗണ്ടിൻ്റെ ഒത്ത സെൻട്രൽ കൊണ്ടുവച്ച മാതിരിയാണോ ഇപ്പോൾ എൻ്റെ അവസ്ഥ? ഒരിക്കലും ഷീരാജ് അത് പ്രതീക്ഷിച്ചില്ല. പാറിപ്പറന്ന് നടന്ന ഒരു പനങ്കിളി തത്തയെ കൈയൊടിച്ച് കാലൊടിച്ച് ചിറകൊടിച്ച് ഒരു ഗ്രൗണ്ടിൻ്റെ ഒത്ത സെൻറ്ററിൽ കൊണ്ടുവച്ച അവസ്ഥയിലാണോ ഞാൻ എന്നായി. ഞാനിവിടെ അനുഭവിക്കുന്നത് തനിക്കറിയാമോ എന്നൊക്കെ പറഞ്ഞു ഷൗട്ട് ചെയ്ത് വളരെ ശാന്തനായ ശംഭു ഷീരാജിനെ എടുത്തങ്ങ് കൊടുത്തു. പറഞ്ഞു തീർന്നതും അടക്കി പിടിച്ച് നിന്ന ഷീരാജ് ഒരു 1.5 ചിരി അങ്ങ് ചിരിച്ചു അറിയാതെ. ഇയാളുടെ പെർഫോമൻസ് ഉണ്ടോ ചിരിച്ചു പോയി. ദേഷ്യം വരില്ല ശംഭുവിന് ദേഷ്യം വന്നാൽ നമുക്ക് ചിരിയേ വരുള്ളൂ, കോമഡി പോലെ തോന്നുന്നു. അങ്ങനെ 1.5 ചിരി ഷീരാജ് ചിരിച്ചപ്പോൾ ശ്രീകുമാറിൻ്റെ ശംഭുവിൻ്റെ ഷർട്ട് ഒറിജിനൽ ചുവന്ന ഷർട്ടായി മാറി. കാരണം വായിൽ നിറച്ച് മുറുക്കാൻ കിടക്കായിരുന്നു. വലിയ കൗളുള്ള ആളാണ് ഷീരാജ്. ആ മുറുക്കാൻ മുഴുവൻ ചിരിച്ചപ്പോൾ ഈ ശംഭുവിൻ്റെ ഉടുപ്പിലായിപ്പോയി. ഒന്നും സംഭവിക്കാത്ത പോലെ ബുദ്ധിജീവി ജാടയിൽ ഷീരാജ് അനിയൻ്റെ അടുത്തേക്ക് പോയി. മോഹൻരാജിനോടുള്ള ചൊരുക്കും ശംഭുവിൻ്റെ കയ്യിൽ നിന്നും തിരക്കഥയുടെ കോപ്പിയുടെ പാഡ് സ്വന്തം കയ്യിൽ വയ്ക്കേണ്ടി വന്നതിൻ്റെ അസ്വസ്ഥതയും ഒക്കെയായിരിക്കുന്ന അനിയനോട് ഷീരാജ് നടന്ന കഥ പറഞ്ഞു. പക്ഷേ അനിയൻ ചിരിച്ചില്ല. അനിയന് ഒറ്റ ചിന്തയുള്ളൂ, ഈ മോഹൻരാജിനെ എങ്ങനെ കെട്ടുകെട്ടിക്കാം. അതാണ് പുള്ളിയുടെ ചിന്ത. ഞാനറിയാവുന്നൊന്ന് ചിരിച്ചു ഈ കഥ ഷീരാജ് പറഞ്ഞു കേട്ടപ്പോൾ. പക്ഷെ അനിയൻ ചിരിച്ചില്ല. അതാ വരുന്നു ശംഭു. വെള്ള ഷർട്ടിൽ സ്വന്തം മുറുക്കാൻ തുപ്പൽ ഡിസൈനായി. ആദ്യം ഷീരാജ് മുറുക്കാൻ തുപ്പി ആ ഷർട്ടിനെ ചുവപ്പാക്കി. ആ ഷർട്ടിനെ നനച്ചു പിഴിഞ്ഞ് ശംഭു വീണ്ടും ഇട്ടപ്പോൾ ആ ഉടുപ്പ് ബ്രൗണായി. അനിയനും ആ കാഴ്ച കണ്ടപ്പോൾ ചിരിക്കാതിരിക്കാനായില്ല. ശംഭു വിഷണ്ണനായി ആ സെറ്റിൽ തുടർന്നു. അനിയനും ചിരിച്ചു. കാരണം വെള്ള ഉടുപ്പിട്ടുകൊണ്ടുവന്നതിനെ ആദ്യം സ്വയം തന്നെ തുപ്പി ഡിസൈനാക്കി. ഷീരാജ് തുപ്പി ചുവപ്പാക്കി. ഇതിനെ കൊണ്ട് കഴിയുമ്പോൾ ഉടുപ്പ് ബ്രൗണായി. അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ ആലപ്പുഴയിൽ വള്ളംകളി ചിത്രീകരിക്കാൻ പോയപ്പോൾ നല്ല നിർദ്ദേശങ്ങൾ കരയിൽ നിന്നും കൊടുത്ത ശംഭുവിനെ വള്ളത്തിൽ നിന്നുകൊണ്ട് പരസ്യമായി സിദ്ദിഖ് തെറി വിളിച്ചത്. മൊത്തം സത്യം പറഞ്ഞ സമയം മോശം ശംഭുവിൻ്റെ ആയിരുന്നു. ചിത്രീകരണം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ എവിടുന്നോ ജഗദീഷ് ശിവകുമാറിനെ തപ്പിക്കൊണ്ടുവന്നു ഗിരീഷ് വയ്ക്കം. കൃത്യമായി അമ്പിളിച്ചേട്ടൻ്റെ ഡേറ്റ് വാങ്ങി തുടങ്ങിയതാണ്. ചുക്കു ചേരാത്ത കഷായമില്ല എന്ന് പറയും പോലെ ജഗതി ഇല്ലാത്ത സിനിമകൾ ഇല്ലായിരുന്നല്ലോ ഒരു കാലത്ത്. കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ഓരോരുത്തർക്കും കൈ കൊടുത്തും നമസ്കാരം പറഞ്ഞും സംവിധായകൻ്റെ മുന്നിലെത്തി അമ്പിളിച്ചേട്ടൻ. അടിമുടി ഒന്ന് അനിയനെ നോക്കി. അനിയ, എന്താണ് എൻ്റെ കഥാപാത്രം? ചുരുക്കി പറഞ്ഞു തരൂ. അനിയൻ ചുരുക്കി പറയാൻ തുടങ്ങി. അത് ആള് ഒരു തരികിടയാണ് അല്ലേ അനിയ? കഥ പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. ആളൊരു തരികിടയാണ് അല്ലേ അനിയ? തരികിടയായാൽ തരികിടയാണോ എന്ന് ചോദിച്ചാൽ അനിയൻ പറയാണ് തരികിടയാണ്. തരികിടയായാൽ എന്താ പ്രശ്നം? തരികിടയിലും മാന്മാരുണ്ടല്ലോ. ഓക്കെ. കഥാപാത്രത്തിൻ്റെ പേരെന്താണ് അനിയ? പേര് വേലപ്പൻ. നാട്ടുകാർ വേലവൈപ്പൻ എന്നാണ് വിളിക്കാറ്. കൊള്ളാം. കക്ഷിക്ക് എന്താ പരിപാടി? എന്തും എന്ന് പറഞ്ഞാൽ എന്തുമെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ മൈലെണ്ണ കച്ചവടം, വഴിയോര ബ്രേസിയർ കച്ചവടം, ആയുർവേദ മരുന്ന് കച്ചവടം, എന്തും. ഇതാണ് അനിയ ആ മാന്യൻ. അമ്പിളിച്ചേട്ടനോട് ആദ്യം പറഞ്ഞത് മാന്യനായ തരികിട എന്നല്ലേ പറഞ്ഞത്. ബ്രാസിയർ കച്ചവടവും മൈലെണ്ണ കച്ചവടം നടത്തുന്നവന് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിക്കുക, ഇതാണ് അനിയ മാന്യൻ? യമ ഫ്രോഡ്, ഗജ ഫ്രോഡ്. അതുപോട്ടെ, ഈ കഥാപാത്രത്തിൻ്റെ മീറ്റർ എത്ര വരെ അനിയ? അനിയന് സംഭവം പിടികിട്ടിയില്ല. എനിക്ക് തരുന്ന വേഷം ചളമാക്കണോ ചച്ചളമാക്കണോ എന്നാണ് അമ്പിളിച്ചേട്ടൻ്റെ ചോദ്യം. അനിയൻ ബുദ്ധിജീവി ലെവലിൽ
ആലോചിക്കണം ഈ വേലപ്പനായിട്ട് ചളവാക്കണോ ചച്ചളവാക്കണോ എന്ന്. അന്യ ഈ ചിത്രം ഖാൻഖലിയാണോ ഖാനഖലിയാണോ എന്നായി അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത ചോദ്യം. അതും അനിയനൊട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഒരു ചോദ്യം. ഖാൻഖലിയാണോ ഖാനഖലിയാണോ എന്ന് ചോദിച്ചു. ഖാൻഖലി എന്ന് പറഞ്ഞാൽ ഈ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അയക്കണം എന്ന ആഗ്രഹത്തിലെടുക്കുന്ന അവാർഡ് സിനിമയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഖാൻഖലി അല്ല ഖാനഖലി അല്ല ഖാൻഖലി അതോ ഖാനഖലിയെ എന്ന് ഞാൻ ചോദിച്ചത് തിന്നാനുള്ള വക സമ്പാദിക്കാനുള്ള ടൈപ്പ് സിനിമയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അനിയനൊരു കാര്യം ചെയ്യും, ആദ്യം കുറേ പണം സമ്പാദിക്കാനായി ഖാനഖലിയെ പടമെടുക്കുക, എന്നിട്ട് ക്യാനിൽ അയക്കാനുള്ള സിനിമ പിടിക്കാം. ഓക്കെ? എൻ്റെ മുടിമ്പര അമ്മച്ചീന്ന് വിളിച്ചോണ്ട് ജഗതി ചേട്ടൻ മേക്കപ്പ് ഇടാനായി പോയി ഖാനഖലിയെ. ഈ സിനിമ ഒരു ജഗതി പടമായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. തരികിട വേലപ്പനായി ജയറാം ചെയ്ത ഉണ്ണിയുടെ മനസാക്ഷിയായി ഉണ്ണിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത് കുഴിയിൽ ചാടിക്കുന്നവനായി ജഗതി ചേട്ടൻ കസറിയ സിനിമയായിരുന്നു കാവടിയാട്ടം. ഇപ്പം തന്നെ നാട്ടിൽ വല്ലപ്പോഴും മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളാണ് വേലപ്പൻ. വേലപ്പൻ വരുന്നത് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഒരാവശ്യവുമില്ലാതെ ഒരു പെട്ടിയും തൂക്കി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ടാക്സിയിലാവും വന്നിറങ്ങുന്നത് നാട്ടിൽ. ഇന്ദ്രൻസ് കൈകാര്യം ചെയ്ത നീർക്കോലി എന്ന ചായക്കടക്കാരൻ്റെ ചായക്കടയുടെ മുന്നിലായിരിക്കും മിക്കവാറും ജഗതി വന്ന് ഇറങ്ങുന്നത് കാറിൽ. ടാക്സി കൂലി 400 രൂപയെന്ന് ഡ്രൈവർ പറഞ്ഞാൽ 500 രൂപ കൊടുക്കും. ചില്ലറയില്ല സർ എന്ന് പറഞ്ഞാൽ 100 നീ വച്ചോടാ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു തരികിട സെറ്റപ്പാണ് പുള്ളി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ നീർക്കോലിക്ക് ഒരു മാറ്റവുമില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞ് ചായക്കടയുടെ മുന്നിൽ പുറത്തിട്ടിരിക്കുന്ന ബെഞ്ച് കയറിയിരിക്കുമ്പോൾ ഒരു ചായ എടുക്കട്ടെ എന്ന് നീർക്കോലിയായ ഇന്ദ്രൻസ് ചോദിക്കും. ചായ വേണ്ട, ഒരു പ്യാൽ എടുക്കൂ എന്നാവും മറുപടി. പ്യാൽ എന്ന് പറഞ്ഞാൽ പാല്, ഒരു ഗ്ലാസ് പാലെടുക്കാനാണ്. പ്യാൽ എടുക്കൂ, പാല് കൊണ്ട് കൊടുക്കുമ്പോൾ അതിലെ പാട തുപ്പിയിട്ട് ഇത് പ്യാലോ വിഷോ എന്ന് പറഞ്ഞൊരു തുപ്പലുണ്ട്. അറിയാതെ നമ്മൾ ചിരിച്ചു പോകും. ഇതൊന്നും സ്ക്രിപ്റ്റിലുള്ളതല്ല. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അമ്പിളിച്ചേട്ടൻ കാവടിയാട്ടത്തിൽ ചോദിച്ചത്. അതുപോലെ കാറിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി വരുന്ന വേലപ്പൻ എതിരെ വരുന്ന നാട്ടുകാരെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു വശം ചരിഞ്ഞ് നടക്കും ഈ സിനിമയിൽ. ഇനി കാവടിയാട്ടം കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കും, മര്യാദയ്ക്ക് നടന്നു വരും. ദൂരെ നിന്ന് ആൾ വരുന്നത് കാണുമ്പോൾ ഒരു വശം ചരിയും, ഇങ്ങനെ അങ്ങനെ നടക്കും. ഇതെടുക്കാൻ നേരം, ഇത് ഷൂട്ട് ചെയ്യാൻ നേരം അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ നടക്കട്ടെ എന്ന് നടന്ന് കാണിച്ചു. ആളെ കാണുമ്പോൾ ഇങ്ങനെ ചരിയുന്നവരുണ്ടോ എന്ന് ചിന്തിക്കേണ്ട അനിയ. അപ്പോൾ അനിയ ഇങ്ങനെ ആലോചിക്കുകയാണ്, മര്യാദയ്ക്ക് നടക്കുന്ന ആൾ ചരിയുമോ? അപ്പോൾ കൂളായിട്ട് പുള്ളി പറയാണ്, ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നവർ, ആളെ കാണുമ്പോൾ ചരിഞ്ഞ് നടക്കുന്നവരുണ്ടോ എന്നൊന്നും അനിയൻ ചിന്തിക്കേണ്ട. നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ എഡിറ്ററില്ലേ ഒരു രാജശേഖരൻ, ഉണ്ട്, നിർമ്മാതാവ് കൂടിയായ എഡിറ്റർ, അതെ, അദ്ദേഹം ഇങ്ങനെയാണ് കേട്ടോ. ചിത്രാഞ്ജലിയിൽ വരുമ്പോൾ ഇനി ശ്രദ്ധിച്ചോ, ദൂരെ നിന്ന് മര്യാദയ്ക്ക് നടന്നു വരും. ആരെയെങ്കിലും ദൂരെ നിന്ന് കണ്ടാൽ അദ്ദേഹം പെട്ടെന്ന് ഒരു വശം അങ്ങ് ചരിക്കും. ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചോളാനും അമ്പിളിച്ചേട്ടൻ പറഞ്ഞു. ഈ ചരിഞ്ഞുള്ള നടത്തം പ്രേക്ഷകരെ വല്ലാണ്ട് രസിപ്പിക്കുന്നതായിരുന്നു. തിയേറ്ററിൽ കൂട്ടച്ചിരിയായിരുന്നു. ചിത്രീകരണം കാണാൻ നിന്നവരും തലകുത്തി ചിരിച്ചു. എറണാകുളത്ത് മരടിലായിരുന്നു ചായക്കടയും ഈ റോഡിലെ സീനുമൊക്കെ ചിത്രീകരിച്ചത്. കാവടിയാട്ടത്തിൽ ആയുർവേദ തട്ടിപ്പ് മരുന്നുകൾ വിൽക്കുന്ന ഒരു സീനുണ്ട്. കലാസംവിധായകൻ മഹേന്ദ്രൻ കവലയൂർ ഒരു പഴയ മാട്ടക്കാർ ഇവിടുന്നോ ഒപ്പിച്ച് കൊണ്ടിട്ടു. അതിൻ്റെ ബോണറ്റിൽ ആയുർവേദ മരുന്നുകൾ നിരത്തി വച്ചു. അമ്പിളിച്ചേട്ടൻ്റെ കയ്യിൽ ഒരു മെഗാഫോൺ നൽകി. ഇവിടെയും അമ്പിളിച്ചേട്ടൻ പെട്ടെന്നൊരു മാതൃക കണ്ടെത്തി. പ്രശസ്ത നിർമ്മാതാവ് എവർഷൈൻ മണിയെ അനുകരിക്കട്ടോ എന്ന് ചോദിച്ചു. അനിയ, എവർഷൈൻ മണിയണ്ണൻ അറിഞ്ഞൂടെ? അറിയാം, ഞാൻ എവർഷൈൻ മണിയണ്ണൻ അനുകരിക്കട്ടെ ഇവിടെ എന്ന് ചോദിച്ചു. അതെങ്ങനെ? കാണിച്ചു തരാം. മണിയണ്ണൻ ജന്മം കൊണ്ട് തമിഴനും കർമ്മം കൊണ്ട് മലയാളിയുമാണ്. മലയാളവും തമിഴും മിക്സ് ചെയ്തേ മണിയണ്ണൻ സംസാരിക്കൂ. ഏതാണ്ട് 50 വർഷമായി കേരളത്തിൽ ജീവിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ 1/2 നൂറ്റാണ്ടായിട്ടും എറണാകുളത്ത് താമസിച്ചിട്ടും മണിയണ്ണൻ മലയാളവും തമിഴും ചേർത്തേ ഇപ്പോഴും സംസാരിക്കും.
തിരക്കഥയിലെ ഡയലോഗുകൾ ഒരാവർത്തി പഠിച്ചു അമ്പിളിച്ചേട്ടൻ. മനസ്സിരുത്തി അങ്ങ് വായിക്കും ഒരു തവണ. സിനിമ തുടക്കകാലത്ത് ക്ലച്ച് പിടിക്കാതെ പോയപ്പോൾ കോയമ്പത്തൂരിലെ ഒരു ആയുർവേദ കമ്പനിയുടെ മരുന്നുകളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കുറച്ചു കാലം അമ്പിളിച്ചേട്ടൻ ജീവിച്ചിട്ടുണ്ട്. ആദ്യ ഭാര്യയെ വാടക വീട്ടിലാക്കിയിട്ട് വെളുപ്പിന് അതിരാവിലെയുള്ള ട്രെയിനിൽ കോയമ്പത്തൂരിലേക്ക് പോകും. പാതിരാത്രി കഴിയുമ്പോൾ ട്രെയിനിൽ മടങ്ങി മദ്രാസിലെത്തും. ദുഷ്കരമായ ഒരു ജീവിതകാലമായിരുന്നു അത്. ഈ സീൻ ചെയ്യാൻ, ആയുർവേദ മരുന്നിൻ്റെ പരസ്യം ചെയ്യാൻ അതും അമ്പിളിച്ചേട്ടന് ഉപകാരമായി. മരുന്ന് കമ്പനിക്ക് ഷീരാജിട്ട കടിച്ചാൽ പൊട്ടാത്ത പേര് മാറ്റി അമ്പിളിച്ചേട്ടൻ ആടിയമണി കമ്പനി എന്ന് പേരിട്ടു. ആടിയമണി കമ്പനി എന്തർത്ഥത്തിലിട്ടെന്നറിയില്ല. കോയമ്പത്തൂർ ആടിയമണി കമ്പനി തയ്യാർ ചെയ്ത വാദത്തിൻ്റെ കളപ്പ്, വാദത്തിൻ്റെ പെറുപ്പ് എല്ലാം ഈ മരുന്ന് മാറ്റിത്തരും. രക്തസന്തണം, ഇടംപെറി, വലംപെറി, കർപ്പൂരം, കച്ചോളം സമാസമം ചേർത്ത് തയ്യാർ ചെയ്യപ്പെട്ട തൈലമാണിത് എന്നൊക്കെ മെഗാഫോണിലൂടെ വച്ച് കാച്ചുമ്പോൾ യവർഷയും മണിയണ്ണൻ്റെ മണിയണ്ണൻ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുമായിരുന്നു. കാരണം മലയാളം തമിഴ് ചേർത്താണ് വിളിച്ചിട്ട് ആടിയമണി കമ്പനി, ഇടംപെറി, വളംപെറി, രക്തസന്തണം എന്നൊക്കെ പറയുമ്പോൾ മണിയണ്ണനെ നമുക്കറിയാതെ ഓർമ്മ വരുമായിരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ എറണാകുളം ബ്രോഡ്വേയിൽ ബ്രേസിയറും ജട്ടികളും വിൽക്കുന്നവനായി ഒരു സീനുണ്ട് അമ്പിളിച്ചേട്ടൻ്റെ. അഭിമാനത്തോടെ തോളിൽ ബ്രേസിയർ തൂക്കി ജട്ടിയും ഒക്കെ വാരിപ്പിടിച്ച് അങ്ങനെ നിന്നുകൊണ്ടുള്ള വിൽപ്പനയാണ്. തിരക്കഥ വായിച്ച അമ്പിളിച്ചേട്ടൻ അനിയനോട് ചോദിച്ചു, പഠിക്കാൻ പോകുമ്പോഴേ പുത്തിരിക്കണ്ട മൈതാനത്ത് പ്രീമിയർ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ കമ്പനിയുടെ ഗ്ലാസ്കോ മുണ്ടൊക്കെ വിൽക്കുന്ന വഴിവാണിഭക്കാരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ സ്ഥിരമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്, പറ എന്ന് പറഞ്ഞു. നമുക്കറിയില്ല, നമ്മൾ ചുമ്മാ കണ്ടിട്ട് അങ്ങ് പോകല്ലേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് പള്ളക്കടത്തി പോയിരുന്ന കാലത്ത് അമ്പിളിച്ചേട്ടൻ കണ്ടതാണ്. അമ്പിളിച്ചേട്ടൻ ചോദിക്കുകയാണ്, ഈ തുണിക്കച്ചവടക്കാരൊക്കെ പറയുന്ന സ്ഥിരം ഒരു ഡയലോഗുണ്ട്, പറ എന്ന് പറഞ്ഞു. എനിക്കും അറിയില്ല, അനിയും ചേട്ടനും അറിയില്ല. നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നവരല്ല. അപ്പോൾ ഈ വലിയ മില്ലിൽ, തുണിമില്ലിൽ മുണ്ട് നെയ്ത് വരുമ്പോൾ ചെറിയ തുന്നലോ ഓയിൽ പൊരുളുകയോ നൂൽ കട്ടിയാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് അവർ മാറ്റിയിടും കമ്പനിയിൽ. ഇത് പിന്നീട് തൂക്കി വിൽക്കും. ഇതിനെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ഈ വഴിപാണി വിഭാഗക്കാർ. പക്ഷേ കച്ചവടക്കാർ പറയുന്നത് മഴ പെയ്തതിനാൽ, കപ്പൽ പോകാത്തതിനാൽ, കൊടുങ്കാറ്റ് അടിച്ചതിനാൽ കെട്ടിക്കിടന്നത് വിറ്റ് തീർക്കുന്നത് ആണ് ഈ മുണ്ട്. കമ്പനി വിറ്റ് തീർക്കുന്നത്, നേരിട്ട് വിറ്റ് തീർക്കുന്നതാണെന്നാണ് പറയാറ്. അതിനവർ പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് ലാട്ട് കാലിയാക്കൽ. ലാട്ട് കാലിയാക്കൽ എന്നാണ് പറയുക. ഇനി തുണിക്കച്ചവടം ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പള്ളിക്കുടത്തി പോകുമ്പോൾ കേട്ട് ശീലിച്ച ലാട്ട് കാലിയാക്കൽ അമ്പിളിച്ചേട്ടൻ ഈ സീനിൽ കയറ്റി. ഇതിനേക്കാൾ രസകരമായിരുന്നു കാവടിയാട്ടത്തിൽ അമ്പിളിച്ചേട്ടൻ്റെ മൈലെണ്ണ കച്ചവടം നടത്തുന്ന സീൻ. കലാസംവിധായകൻ മഹേന്ദ്ര കവലൂര് എവിടെയൊക്കെയോ അലഞ്ഞ് ഒരു ആദിവാസി മൈലെണ്ണ കച്ചവടക്കാരനെ കണ്ടുപിടിച്ച് സാധനങ്ങളുമായി കൊണ്ടുവന്നു. അയാൾ മുഷിഞ്ഞ കറുത്ത പാൻറ്റും മുഷിഞ്ഞ ഒരു ഷർട്ടും തലയിലൊരു തോർത്ത് കെട്ടുമായിട്ടാണ് വന്നത്. അമ്പിളിച്ചേട്ടൻ കറുത്ത ലുങ്കി ഉടുത്ത് വലിയ കറുത്ത വീതിയുള്ള ബെൽറ്റ് അതിൻ്റെ പുറത്ത് കെട്ടി, കയ്യിൽ ഒരു ഏലസും ഒരു കപ്പട മീശയൊക്കെ വെച്ച് അഭിനയിക്കാനായിട്ട് വന്നു. സ്ക്രിപ്റ്റ് എടുത്ത് വെച്ച് വായിച്ചു, ഷീരാജ് എഴുതിയത്. ഇങ്ങനെ അല്ല അനിയ യവന്മാർ പറയുന്നത് എന്നായി അമ്പിളിച്ചേട്ടൻ. പിന്നെ ഞാൻ ഒരുപാട് മൈലെണ്ണ കച്ചവടക്കാരന്മാരുടെ മുന്നിൽ വായി നോക്കി നിന്നിട്ടുണ്ട്, അതിൽ ഓർമ്മയുള്ളത് വെച്ച് കാച്ചട്ടോ എന്നായി അമ്പിളിച്ചേട്ടൻ. അല്ല അതെന്തായിരുന്നു എന്ന് ചോദിച്ചു. എങ്ങനെ, എന്താ പറയണേ എന്ന് ചോദിച്ചു. എന്താണെന്ന് നീ സ്റ്റാർട്ടാക്ക്, എന്നിട്ട് ആക്ഷൻ പറ, എന്നിട്ട് കണ്ടോ, അല്ലാതെ റിഹേഴ്സലൊന്നും വേണ്ട എന്നായി അമ്പിളിച്ചേട്ടൻ. ഒരു വലിയ മയിൽപ്പീലി എടുത്ത് വളച്ചു പിടിച്ച് ജഗതി ചേട്ടൻ ഒറ്റ ശ്വാസത്തിൽ ഒരു പേച്ചങ്ങ് പേച്ചി. കാട്ടിലേ വിളയാടി നടന്ന മയിലെ പിടിച്ച് പാശൻ നേശം കൊടുത്ത് തിനയും കൊടുത്ത് ഊരറിയാതെ ഉലഹറിയാതെ കണ്ടം തുണ്ടമാ വെട്ടി വാറ്റിയ ശുദ്ധமான മയിലെണ്ണ ഇത് വന്ന് നിങ്ങളുടെ ഉടമ്പിൽ പോട്ടാൽ
മയിൽ മാതിരി വളഞ്ഞിടും നിങ്ങളുടെ ഉടമ്പ് എന്നുണ്ട് അമ്പിളിച്ചേട്ടൻ വളഞ്ഞ് നിന്നിട്ട് ഈ മയിൽ പീലി കൈയിരിക്കുന്ന മയിൽ പീലിയെ രണ്ടായിട്ട് ഓടിച്ചിട്ട് മുറുകാ ഉൻ മയിലെ കൊന്നുവിട്ടാർ എന്ന് പറഞ്ഞിട്ട് ഈ മയിൽ പീലിയെ അങ്ങ് ഓടിക്കും. ഒറ്റ ഷോട്ടിൽ ഒറ്റ ടേക്കിൽ ഈ സീൻ എടുത്തപ്പോൾ യഥാർത്ഥ മയിലിനക്കാരെ അതിൽ നിൽപ്പുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടു നോക്കൂ. അയാൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെവിടുന്ന് ഇയാളിതൊക്കെ പറയണം. കാട്ടിലേ വിളയാട് നടന്ന മയിലെ പിടിച്ച് തീനും തെനയും കൊടുത്ത് പാശൻ നേശം കൊടുത്ത് ഊരറിയാതെ ഉലഹറിയാതെ കണ്ടം തുണ്ടമാ വെട്ടിപ്പൊട്ട് വാറ്റിയതാക്കും. മുറുകാവിൻ നിങ്ങളെ ഉടമ്പ് മയിലെണ്ണ മാതിരി മയിൽ മാതിരി വളഞ്ഞിടും. മുറുകാവിൻ മയിലെ കൊന്നു പോട്ടാർ എന്നൊക്കെ പറഞ്ഞ് അമ്പിളിച്ചേട്ടൻ കസറിനെ കണ്ടപ്പോൾ മയിലെണ്ണക്കാരൻ്റെ ആപ്പീസ് പൂട്ടിപ്പോയി. ഷൂട്ടിങ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ കൈയടിച്ചു. കാരണം മയിലെണ്ണക്കാരൻ ഞെട്ടാൻ കാര്യം അയാളുടെ അപ്പനപ്പന്മാർ പറയുന്ന ഡയലോഗാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. ആർത്ത് കൈയടിച്ച ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരുന്നവരുടെ കൈയടിച്ച കാര്യം പറയുമ്പോൾ ഒന്നുകൂടി ഓർക്കണം. ആയുർവേദ മരുന്ന് വിൽപ്പന ഷൂട്ട് ചെയ്തത് ഹൈക്കോടതിയുടെ എറണാകുളം ഹൈക്കോടതിയുടെ പുറകിൽ ഒഴിഞ്ഞു കിടന്ന ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. വലിയൊരു പുളിമരം നിൽപ്പുണ്ട്. നല്ല രസമാണ് കാണാൻ. അതിന് മുന്നിലൂടെ പുഴ ഒഴുകുന്നത് സന്ധ്യ സമയമായതുകൊണ്ട് നല്ല ടോണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ടേക്കിലേക്ക് പോകാം എന്നായപ്പോൾ അമ്പിളിച്ചേട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം കസേരയിൽ നിന്നും എണീറ്റ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ എറണാകുളത്തുള്ള ഒരു തല തിരിഞ്ഞവൻ ജഗതിയുടെ മുതുകത്ത് ഒരൊറ്റ അടിയടിച്ചിട്ട് ചോദിച്ചു, അണ്ണാ സുഖങ്ങളൊക്കെ തന്നെ എന്ന് ചോദിച്ചു. പ്രതീക്ഷിക്കാത്ത സമയത്ത് അടി നന്നായി വേദനിച്ചു അമ്പിളിച്ചേട്ടന്. ഒന്ന് ബ്രേക്കായ ശേഷം അതുവരെ അതിനുശേഷവും ഞാൻ കണ്ടിട്ടില്ലാത്ത കോപിഷ്ഠനായ ജഗതി തനി തിരുവനന്തപുരത്തുകാരനായി മാറി. സ്നേഹിക്കുന്നവരുടെയൊക്കെ സന്തോഷം വരുമ്പോൾ ഇങ്ങനെയാണോടാ എന്ന് പറഞ്ഞൊരു വലിയ തെറി വിളിച്ചിട്ട് സ്നേഹിക്കുന്നേ എന്ന് ചോദിച്ചു. തറാപറ പഠിച്ച ശേഷം ഞാൻ പഠിച്ചതേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 10-25 തെറി ആണ്. കേട്ടോടാ മറ്റവനെ ദിനേശേ ഈ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തെറി. വിടരുത്, ലൈറ്റ് പോകുകയില്ലേ, ഷോട്ട് എടുത്തിട്ട് ബാക്കി ഈ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തെറി. ഞാൻ പറഞ്ഞോളാം, നിൻ്റെ തന്തയും തള്ളയും ഇങ്ങനെയാണോടാ വീണ്ടും തെറി വിളിച്ചിട്ട് സ്നേഹിക്കുന്നത് നീ? അവരെയൊക്കെ മുതുകിലടിച്ചിട്ടാണോടാ സ്നേഹിക്കുന്നത്? വിടരുത് അവനെ കേട്ടോ, ഷോട്ട് കഴിഞ്ഞോട്ട്. കോപം കൊണ്ട് ജഗതി പുളിച്ച തെറിയോട് തെറി ദേഷ്യം തീരുന്നവരെ അവനെ വിളിച്ചു. എന്നിട്ട് വളരെ കൂളായിട്ട് വാ എടുക്കാം എന്ന് പറഞ്ഞു. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവം നടന്നതുപോലും വരാത്ത രീതിയിൽ അദ്ദേഹം മനോഹരമായി അത് ചെയ്തു. കാവടിയാട്ടത്തിൻ്റെ കഥ രണ്ടാം ഭാഗമായിട്ടും തീരുന്നില്ല. അതുകൊണ്ട് തന്നെ രസകരമായ ഇതിൻ്റെ പരിസമാപ്തി വെള്ളിയാഴ്ച കൂടി പറയാം. അപ്പോൾ ഒരു സിനിമയുടെ ഹിറ്റുകളുടെ കഥയിൽ ഒരു സിനിമ 3 എപ്പിസോഡ് പറയുന്ന ആദ്യമായിട്ടാണ്. അത്രയ്ക്ക് സംഭവ ബഹുലമായിരുന്നു കാവടിയാട്ടം. ഈ രണ്ടാം ഭാഗവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-ാം ഭാഗം വരുന്ന വെള്ളിയാഴ്ച പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.